പൊന്നാനി വലിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹിമാൻ അൽ ഐദ്രൂസിയുടെ 281ാമത് ആണ്ട് നേർച്ച സമാപിച്ചു. മാനവ സൗഹൃദ സദസ്സ് പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. രാവിലെ സമൂഹ സിയാറത്തോടെ ആരംഭിച്ച പരിപാടിയിൽ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി മുദ്രി സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ സഖാഫി ഖത്മുൽ ഖുർആൻ മജ്ലിസിനും ദുആക്കും നേതൃത്വം നൽകി. അബൂബക്കർ മുസ്ലിയാർ മൗലിദിന് നേതൃത്വം നൽകി. അബ്ദുല്ല ബാക്കവി ഇയാട്, ഷാഉൽ ഹമീദ്, സയ്യിദ് അമീൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. വൈകിട്ട് നടന്ന മാനവ സൗഹൃദ സദസ്സിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുത്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ മുഹമ്മദ് ഖാസിംകോയ സ്വാഗതം പറഞ്ഞ സദസ്സ് പൊന്നാനി MLA പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്നൊക്കെ വന്ന് ചാവക്കാടൊക്കെ താമസിച്ച് ഇവിടെ എത്തി. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടുത്തെ പഴയകാല സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് താൻ ഒരു മതനിരപേക്ഷവാദിയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തിയതാണ് ഇവിടെ പഞ്ചായത്ത് അന്നത്തെ പ്രസിഡന്റിനെ അങ്ങനെയാക്കിയത് എന്നാണ് സൂചിപ്പിച്ചത്. ഞാനത് പറയാനുള്ള കാരണം ഇത് വലിയ പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്നറിഞ്ഞാലും ചില കാര്യം പറയാതിരിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇന്നത്തെ ഈ പോക്കിന് തടയിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര കാലം നമുക്ക് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ കഴിയും, ഒന്നിച്ചു കൂടാൻ കഴിയും എന്നുള്ള ഒരാശങ്കയുള്ളതാണ് ഞാൻ. നമ്മുടെ രാജ്യത്തിന് അത്രയും അപകടകരമായ ഒരു സാഹചര്യം ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുള്ള ഈ വിപത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് മാന്യമായി ജീവിക്കണമെന്നും നമ്മുടെ പൊന്നാനിയിലെ ഈ ഉജ്ജ്വലമായ പാരമ്പര്യം, മതനിരപേക്ഷതയുടെ പാരമ്പര്യം, മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുന്ന ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറിനെ ചടങ്ങിൽ മൗൻഡോ നൽകി ആദരിച്ചു. അജിത് കുളാടി, അഡ്വക്കേറ്റ് AM രോഹിത്, ഇമ്പിച്ചുകോയ തങ്ങൾ, അഡ്വക്കേറ്റ് കലീമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. MP മുത്തുക്കോയ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. EK സിദ്ദിഖ് നന്ദി പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.